SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഫിസിക്സ് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഇപ്പോൾ ബ്രൗൺ എനർജി കോൾ ആണെങ്കിൽ ഗ്രീൻ എനർജി എന്തായിരിക്കും? നമുക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോതെർമൽ എനർജി ഒക്കെ പറയാം. അതായത് ഗ്രീൻ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് എന്താ സോളാർ, വിൻഡ്, ജിയോതെർമൽ. ഇത് ഏത് ചെയ്താൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. ഇനി ഇഫ് ദ നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ is 25 centimeter and the far point is not infinity, then his eyes has not defect, myopia, hypermetropia, presbyopia. സോ ഓപ്ഷൻസിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കറിയാം ഒരാൾക്ക് അടുത്ത് 25 സെൻറ്റിമീറ്റർ കാണാം, പക്ഷേ ദൂരത്ത് ഇൻഫിനിറ്റി കാണാൻ പറ്റില്ലെങ്കിൽ ഹി ഈസ് അഫക്റ്റഡ് വിത്ത് മയോപ്പിയ. ഇത് എഴുതിയ ഒരു മാർക്ക് കിട്ടും. ഇനി നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ ന്യൂക്ലിയൈ ഓഫ് ഗ്രേറ്റർ മാസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ. അതിനെ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്നറിയാം. അതായത് ഒരു ന്യൂക്ലിയൈ വലിയൊരു ന്യൂക്ലിയൈ കുറേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിന് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്നറിയാം. കുറേ ചെറിയ ന്യൂക്ലിയൈ കൂടിയിട്ട് ഒരു വലിയ ന്യൂക്ലിയൈ ആവുന്നതിന് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് പറയാം. സോ ഇവിടെ ന്യൂക്ലിയർ ഫിഷൻ. ദ പവർ ഓഫ് എ ലെൻസ് ഇസ് +2d. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. പവർ എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്തിന് ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ 1/π പവർ എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2d ആണെങ്കിൽ പവർ നമുക്ക് 2 തന്നിട്ടുണ്ട്, അപ്പോൾ 1/2 കിട്ടും. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്ര? 0.5 മീറ്റർ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ്. സോ അത് വെച്ച് ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. എന്ത്? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/π പവർ എന്ന്. ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 3 കൂളം ബിറ്റ്വീൻ എ പോയിന്റ് x and y is 12 joule. ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ്. അതായത് ഒരു എക്സിൽ നിന്ന് വൈയിലോട്ട് പോകാൻ 3 കൂളമ്പ് ചാർജിന് 12 ജൂൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദിച്ചത്. സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജാണ്. W വർക്കും Q ചാർജും. അപ്പോൾ തന്നിട്ടുണ്ട് ജൂള് 12 ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ആൻഡ് അവിടുത്തെ കൂളമ്പ് ചാർജ് 3 ആണ്. അപ്പോൾ നമുക്ക് 4 വോൾട്ട് കിട്ടും. വോൾട്ട് എന്ന് എഴുതാൻ കിട്ടും, അല്ലെങ്കിൽ മാർക്ക് പറയും. ഇനി എ കണ്ടക്ടർ AB സസ്പെൻഡഡ് ഫ്രീലി ബിറ്റ്വീൻ പോൾസ് ഓഫ് U magnet is depicted. DC source is connected to the circuit. ഇനി state the rule to find direction of motion of the conductor AB when a current is switched on. അതായത് ഏത് റൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ? അത് നമ്മൾ A to B എന്നാണെങ്കിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റൈറ്റ് 2 മെത്തേഡ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. ഈ ഡയറക്ഷൻ ഓഫ് മോഷനെ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് റിവേഴ്സ് ഓഫ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഒന്നെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം. സോ ഓക്കെ, മനസ്സിലായും? അതായത് നമ്മളോട് ഇന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടർ റിവേഴ്സ് ചെയ്യാൻ 2 മെത്തേഡ്, ഒന്നെങ്കിൽ കറണ്ടിനെ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ ആണോ? ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്തത്, എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടുണ്ട്. റൈറ്റ് ദ ലോ ടു ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഇമാജിൻ holding a current carrying conductor in your right hand with a thumb pointing toward the direction of current, then direction in which your fingers curl give the direction of magnetic field. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഏത് ലോ ആണെന്നാണ് ചോദിച്ചത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലോ ഏതാണ്? ഇനി റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബൈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒന്ന് ഇൻക്രീസ് കറണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. ഒന്നെങ്കിൽ ടേൺസ് കൂട്ടാം, അല്ലെങ്കിൽ കറണ്ട് കൂട്ടാം. കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ B is equal to NIA ആണെന്നറിയാം. സോ ഒന്നെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, അല്ലെങ്കിൽ കറണ്ട് കൂട്ടാം. ഓക്കെ, ഇനി വേരിയസ് സ്റ്റേജസ് ഇൻ എ വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആർ ഗിവൺ. ഇലക്ട്രിക് സിഗ്നൽസ്, ദ ഡയഫ്രം വൈബ്രേറ്റ്സ്, സൗണ്ട് എനർജി, കോയിൽ വൈബ്രേറ്റ്സ്, ദ മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ് ദം ഇൻ കറക്റ്റ് ഓർഡർ. ആദ്യം സൗണ്ട് എനർജി ഉണ്ടാകും, എന്നിട്ട് അത് ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യും. ആ ഡയഫ്രം പോയിട്ട് കോയിൽ വൈബ്രേറ്റ് ചെയ്ത് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, എന്നിട്ട് അതാണ് ഒരു ഇലക്ട്രിക് സിഗ്നൽ തരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മൈക്രോഫോൺ? അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ EMI എന്ന് എഴുതിയാലും മതി. പിന്നെ വരുന്നത്, ദ ഫിഗർ ഷോസ് സൺലൈറ്റ് ഫാളിങ് ഒബ്ലീക്ലി ഓൺ എ ഗ്ലാസ് പ്രിസം. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് മാർക്ക് ദ കളേഴ്സ് സീൻ ഓൺ ദ സ്ക്രീൻ. സോ ഇവിടെ സൺലൈറ്റ് പോകുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ വയലറ്റും റെഡും വരുന്നുണ്ട്. ആൻഡ് വയലറ്റ്, ഇൻഡിക്കോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വിൽ സീൻ ഓൺ ദ സ്ക്രീൻ ആസ് ഷോൺ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിഗർ ഈ ക്വസ്റ്റ്യന് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഫിലമെൻറ്റ് ഓഫ് ആൻ ഇൻകാൻഡസെൻറ്റ് ലാമ്പ്? അത് നമ്മൾ ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ ലാമ്പിൽ യൂസ് ചെയ്യുന്ന ഫിലമെൻറ്റ് ടങ്സ്റ്റൺ ആണ്. ആൻഡ് വാട്ട് പ്രോപ്പർട്ടീസ് മേക്ക് ദിസ് മെറ്റീരിയൽ സ്യൂട്ടബിൾ ഫോർ ദിസ് പർപ്പസ്?
അതിന് ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഓൺ ഹീറ്റിംഗ്, പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ആയിരിക്കണം. Student has a large number of identical 2 ohm resistor. He requires a circuit having an effective resistance of 9 ohm. What will be the minimum number of 2 ohm resistor used for this? So ഒരു സെക്കൻഡ് ഉണ്ട്, അതായത് അവന് വേണ്ടത് എത്രയാണ്? 9 ohm ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ആ 9 ohm ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് എത്ര ഇത് വേണം. ഇപ്പോൾ ഞാനൊക്കെ സീരീസിലാണ് വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എല്ലാം സീരീസിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 അങ്ങനെ 9 എണ്ണം വന്നാലേ ഇതാവുള്ളൂ. അപ്പോൾ 9 പറ്റൂലല്ലോ. പിന്നെ വേണ്ടത്, പിന്നെ ഇത് 9 ആവണമെങ്കിൽ എത്ര വേണം? നമുക്കതുപോലെ തന്നെ ഇതൊക്കെ 1 2 പിന്നെ 3 4 5 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എത്ര ഉണ്ട് നോക്കാം. 2 + 2 4, ഇത് 2 + 2 4, 4 + 2 6, 6 + 2 8 ആവല്ലോ. അല്ല, 6 + 2 ഇത് 2 അല്ല വരിക, 2/2 ആണ് വരിക. അപ്പോൾ 1, അതായത് 6 + 1 7 ആണ് ഇവിടെ വരുന്നത്. 2 4 5 അല്ല 2 6 7. അപ്പോൾ ഇത് പറ്റില്ല. ഇനി ഒന്നും കൂടി ഉണ്ടെങ്കിൽ 9 ആകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര പറയാം? എത്ര എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 9 ഉണ്ടെന്ന് അറിയാം? 6 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ. അതാണ് ഈ കാണുന്ന ഫിഗർ. അതായത് 6 എണ്ണം സീരീസും 2 എണ്ണം പാരലലും വെച്ചാൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 9 കിട്ടും. ആ 9 എങ്ങനെ കിട്ടിയെന്ന് അറിയണോ? കാണിച്ചു തരാം. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2/2 1. അപ്പോൾ 9, അങ്ങനെയാണ് 9 വന്നത്. ഓക്കെ, സോ മിനിമം നമ്പർ ഓഫ് 2 ohm റെസിസ്റ്റർ ടു ബി യൂസ്ഡ് ഇസ് 6. പിന്നെ അതിൻ്റെ ഫിഗറും വരച്ചു കൊടുക്കുക. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, അനലൈസ് ദ സർക്യൂട്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡെവലപ്ഡ് അറൌണ്ട് ദ സോളിനോയിഡ് ഓൺലി ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്ലെയിൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത് സെക്കൻഡിലാണെന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡെവലപ്ഡ് അറൌണ്ട് ബോത്ത് ദ സോളിനോയിഡ്സ്. രണ്ടിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദിസ് ഫസ്റ്റ് സർക്യൂട്ട് ദ ഫീൽഡ് ഇസ് സ്റ്റഡി ആൻഡ് ദാറ്റ് ഇൻ സെക്കൻഡ് സർക്യൂട്ട് ഇറ്റ് ഇസ് വേരിങ്. അതായത് ഫസ്റ്റത്തെ സർക്യൂട്ടിൽ ഫീൽഡ് സ്റ്റഡി ആണെങ്കിൽ ഇവിടെ വേരിങ് ആണ് വരുന്നത്. കാരണം ഇവിടുത്തെ വോൾട്ടേജ് വേരിങ്, അപ്പോൾ അവിടുത്തെ ഫീൽഡും വേരിങ് ആയിരിക്കും, കറണ്ട് വേരിങ് ആയിരിക്കും. ഓക്കെ, അല്ല ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് വേരി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് സർക്യൂട്ട് എ കണ്ടിന്യൂസ് EMF ഇസ് ഇൻഡ്യൂസ്ഡ്? ഏത് സർക്യൂട്ടിലാണ് കണ്ടിന്യൂസ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് സർക്യൂട്ടിലായിരിക്കും. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ. അതിന് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയും. അതായത് സെൽഫ് ഇൻഡക്ഷൻ ഇസ് ദ ഫിനോമിനൻ വേർ EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ വെൻ എ വേരിയിങ് കറണ്ട് പാസ് ത്രൂ ദ സെയിം കോയിൽ. ഒരു വേരിയിങ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് മിറേഴ്സ് ഇൻ ദ കോളം. A, B, C is in correct order. അതായത് ഓക്കെ, മിറർ തന്നിട്ടുണ്ട്. ആ മിററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും യൂസും കറക്റ്റ് പോലെ ഇതാക്കാൻ. കോൺകേവ് മിറർ ആണെങ്കിൽ ഓൾവേസ് ഫോം എൻലാർജ്ഡ് ഇമേജ്. നമുക്ക് എപ്പോഴും എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം A3 ആയിരിക്കും. പിന്നെ വരുന്നത് എന്താ? യൂസ്ഡ് ബൈ ഡെൻറ്റിസ്റ്റ്. അതിൻ്റെ യൂസ് ആരാ യൂസ് ചെയ്യുന്നത്? ഡെൻറ്റിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് മിറർ ആണെങ്കിൽ ഓൾവേസ് ഫോം ഡിമിനിഷ്ഡ് ഇമേജ്. നമുക്ക് എപ്പോഴും ഡിമിനിഷ്ഡ് ഇമേജസ് ആണ് കിട്ടുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസിൽ റിയർ വ്യൂ മിറർ ഇമേജസിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിറർ ഓൾവേസ് ദ സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ആയിരിക്കും. അത് രണ്ടിൻ്റെ സൈസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ സാധാരണ കണ്ണാടി യൂസ് ചെയ്യാറില്ല, അത് ടു സീ ദ ഫേസ്. നമ്മൾ ഫേസ് കണ്ണാടി നോക്കാറില്ല. ആ സാധാരണ കണ്ണാടി എന്തായിരിക്കും? പ്ലെയിൻ മിറർ ആയിരിക്കും. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. Copy down the ray diagram and complete it to show the position of the image. Write down the characteristics of image obtained. ഇവിടെ വരുന്ന ഇതുണ്ടോ, ഇതാണ് ഇമേജ് വരുന്നത്. ഇത് കോൺവെക്സ് മിററാണ്. ഫോക്കസ് തട്ടിയാൽ നമുക്ക് ഇമേജ് എങ്ങനെ കിട്ടും, ഒരു വേറെ സ്ഥലത്ത് തട്ടിയാൽ നമുക്ക് എങ്ങനെ ഇമേജ് കിട്ടും എന്നൊക്കെ നിങ്ങൾ വരയ്ക്കാം. അത് നമുക്ക് പ്രോപ്പർട്ടീസ് വെച്ച് തരാം. അതായത് ഫോക്കസ് കൂടി ആണെങ്കിൽ അതിൻ്റെ ടോപ്പിലോട്ടും, ഫോക്കസ് കൂടെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ആക്സിസ് കൂടെ ആണെങ്കിൽ അതും എവിടെയാണെന്ന് വെച്ചിട്ട് വരച്ചിട്ട് ഇതാക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വരയ്ക്കാം. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? എൻലാർജ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ഓക്കെ, ഇനി ദ calorific value should be considered when choosing a good fuel. What is calorific value of fuel? It is the heat energy liberated by a complete combustion of 1 kilogram fuel. ഒരു 1 kilogram ഫ്യൂൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എനർജിനെയാണ് നമ്മൾ calorific value of fuel എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂൽ? ഒന്ന്, അവൈലബിലിറ്റി ഓഫ് സഫിഷ്യൻറ്റ് ഓക്സിജൻ. 2, മസ്റ്റ് ബി ഡ്രൈ, അതായത് ഫോർ സോളിഡ് ഫ്യൂൾസ്. ആൻഡ് ലിക്വിഡ് ഫ്യൂൾസ് മസ്റ്റ് ബി ഇവാപ്പറേറ്റ് ഈസിലി. മൂന്നാമത്തേത്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്യൂൽ? ഗുഡ് ഫ്യൂലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്
ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കണം, ലോ പൊല്യൂഷൻ, ഹൈ അവൈലബിലിറ്റി, ലോ കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ദ റെസിസ്റ്റൻസ് ഓഫ് an electric device designed to work at 230 volt is 460 ohm. Calculate the current drawn by this device when operated in 230 volt. കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, വി ഈക്വൽ ടു ഐ ആർ ആണെന്നറിയാം. അപ്പം നമുക്ക് ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ട് എത്ര കിട്ടും, 230/460 ചെയ്താൽ 0.5 ആംപിയർ കിട്ടും. ഇനി ഫൈൻഡ് ദ റേറ്റഡ് പവർ ഓഫ് ദ ഡിവൈസ്. റേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ വി ഐ ആണ്. അപ്പോൾ 230 × 0.5 ചെയ്താൽ നമുക്ക് അവിടുത്തെ പവർ അത് വോൾട്ടിൽ എഴുതണം. ഇനി നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് ദിസ് ഡിവൈസ് വർക്ക്സ് ഫോർ 10 minutes. എച്ച് ഇക്വേഷൻ എച്ച് എന്താണ്, ഹീറ്റ് ഇസ് ഈക്വൽ ടു I square RT ആണ്. ഇത് I square ആട്ടോ, I square RT ആണ്. 0.5 × 0.5 × 460 × 10 മിനിറ്റ് അല്ലേ, അപ്പോൾ 10 × 60 ചെയ്യണം. അപ്പോൾ നമുക്ക് 69000 ജൂൾ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫോമർ ഹാസ് 100 ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് 1000 ടേൺസ് ഇൻ സെക്കൻഡറി. വിച്ച് കോയിൽ ഓഫ് ദിസ് ട്രാൻസ്ഫോമർ ഇസ് മെയ്ഡ് യൂസിങ് തിക്ക് വയർ. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൈമറി കോയിലാണ്. കാരണം വെൻ തിക്ക് വയർ ഇസ് യൂസ്ഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ ക്യാൻ ബി മിനിമൈസ്ഡ്. ദർ ആർ 2 ബെനിഫിറ്റ്സ് ഫോർ ദിസ്. അതായത് നമ്മൾ പ്രൈമറിക്ക് 100 ടേൺസും സെക്കൻഡറിക്ക് 1000 ടേൺസും എന്ന് പറയും. അതിനാണെങ്കിൽ ഏത് കോയിലായിരിക്കും തിക്കായിട്ട് ഉണ്ടാക്കി. എന്തുകൊണ്ട് പ്രൈമറി ആണെന്ന് പറയാം, കാരണം പ്രൈമറി ആകുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓവർ ഹീറ്റിംഗ് ഓഫ് കോയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ ക്യാൻ ബി ഇൻക്രീസ്ഡും എനർജി ലോസ് ക്യാൻ ബി മിനിമൈസ്ഡ്. ഓക്കെ, ഇനി explain how electrical energy is transformed from primary to secondary transformer. Okay, answer എന്താ, it is through mutual induction power and is mutual induction. Okay, it is through mutual induction. Power is transferred from primary coil to secondary coil when variable current is passed through one of these two adjacent coils and EMF is induced in the second coil. This phenomenon is called the mutual induction. So mutual induction എന്താണെന്ന് പഠിച്ചേക്കണം. Okay, അടുത്ത question. An object is located on the principal axis of the mirror, spherical mirror, at a distance of 40 cm from the pole. Magnetization of the image is -4. What does the minus indicate? The minus എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ്, അതുപോലെ റിയൽ ആണെന്നുമാണ്. ഹൗ ഫാർ ഫ്രം ദ പോൾ ദ മിറർ ഈസ് ദ ഇമേജ് ഫോം. മിററിൽ നിന്ന് എത്ര ദൂരത്താണോ ഇമേജ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് 40 cm ആണ്. അതായത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് 40 cm ആണ്. മാഗ്നിഫിക്കേഷൻ -4 ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് m = -v/u. അപ്പോൾ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് v എത്ര കിട്ടും, -160 കിട്ടും. ഓക്കെ, അപ്പോൾ -160 ആയിരിക്കും അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഹൗ കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ബൈ കൺസിഡറിങ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ. അതായത് ഫോക്കൽ ലെങ്ത് കണ്ടിരിക്കാൻ f = uv/u + v ആയിരിക്കും. അങ്ങനെ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് -32 കിട്ടും ഫോക്കൽ ലെങ്ത്. ഓക്കെ അല്ലേ? ഇനി ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് എ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഇസ് 42 degree. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. What do you mean by critical angle? When light travels from a medium of higher optical density, അതായത് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടും, അതായത് ലോ ഡെൻസിറ്റിയിലോട്ടും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലോട്ട് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ ഈസ് 90 degree. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലാക്ഷനും 90 degree ആയിട്ട് മാറും. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻ ടു ഗിവൺ ഇൻസിഡൻറ്റ് റേ ആസ് ഇറ്റ് കണ്ടിന്യൂസ് ഇറ്റ്സ് പാത്ത്. അത് അതിൻ്റെ പാത്ത് കണ്ടിന്യൂ ചെയ്താൽ എന്ത് ചെയ്യും, ദ റേ വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഗ്ലാസ്. അത് വീണ്ടും റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് തിരിച്ച് ഗ്ലാസ്സിലോട്ട് തന്നെ വരും. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ലൈറ്റ് ദാറ്റ് ഒക്വർ ഹിയർ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ when light travels from a medium of higher optical density to a medium of lower optical density, if the angle of incidence is greater than the critical angle, light will be reflected. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ഇൻ ടു ദ സെയിം മീഡിയം. ആ സെയിം മീഡിയത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ TIR എന്ന് പറയുന്നത്. ഈ TIR കൊണ്ടാണ് നമ്മൾ റെയിൻബോ ഒക്കെ ഉണ്ടാകുന്നത്. Give reasons for each of the following. Rapidly rotating Newton's color disk appear white. അതിന് persistence of vision എന്നാണ് പറയുന്നത്. ഇനി സൺ അപ്പിയർ റെഡ് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. എന്താ വെച്ചാൽ റെഡ് അണ്ടർഗോസ് ലീസ്റ്റ് സ്കാറ്ററിങ് ആസ് ഇറ്റ്സ് വേവ് ലെങ്ത് ഇസ് ലോങ്. അതായത് റെഡിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, കുറച്ച് സ്കാറ്ററേ ഉള്ളൂ. എ ക്ലിയർ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. അതായത് സ്കൈ എന്തുകൊണ്ടാണ് ബ്ലൂ ആയിട്ട് നിൽക്കുന്നത്, കാരണം ബ്ലൂവിൻ്റെ വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് സ്കാറ്റർ ചെയ്യും. And on a frosty morning, the path of sunlight passing through the wood is clearly visible. അതിനാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2024 മാർച്ച് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് മാത്രമല്ല, ഇനി എന്തെങ്കിലും
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും ഇടുന്നതായിരിക്കും. പിന്നെ 2023 പിന്നെ അതുപോലെ തന്നെ 24 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.